ഗൂഗിൾ അവരെ ഏറ്റവും പുതിയ AI മോഡലായ ജെമിനി 3 Pro പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഒരുപാട് ടെക്സ്റ്റുകളും ഇമേജുകളും ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ആപ്പോ വെബ്സൈറ്റോ ഒക്കെ ഒരു സിംഗിൾ പ്രോംപ്റ്റിന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഞാൻ ജെമിനി എടുത്തു. അതിനകത്ത് ഇവിടെ നമ്മൾ തിങ്കിങ് വിത്ത് 3 Pro എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബേക്ക് ഹൗസിനുള്ള ഒരു കേക്ക് വിൽക്കുന്ന ഒരു കടയ്ക്ക് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഗിവ് മീ ആൻ ആപ്പ് ഫോർ മൈ കേക്ക് ബേക്ക് ഹൗസ് നെയിം കേക്ക് എന്നാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞ് കൊടുത്തു. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ജെമിനിനോട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡ് ക്രിയേറ്റ് ചെയ്ത് കാണാം. അപ്പം അത് നമുക്കൊരു ഫുള്ളി ഫ്ലഡ്ജഡ് വെബ്സൈറ്റ് തന്നെ നമുക്ക് ജെമിനി ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാം. അത് വിത്ത് ഫുൾ ഫങ്ഷനാലിറ്റി. ഇവിടെ ഒരു കേക്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാം, നമുക്ക് ബൈ ചെയ്യാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എനേബിൾഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പം ഇനി മുതൽ ജെമിനി ഉപയോഗിച്ച് നമുക്ക് കേവലം ഇമേജസും ടെക്സ്റ്റും മാത്രമല്ല വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഗൂഗിളിന്റെ ജെമിനി 3 Pro ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിന്റെ പേര് താഴെ കമന്റ് ചെയ്യും. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.